ലോകം കണ്ട രണ്ടാമത്തെ മഹാത്മാഗാന്ധി എന്ന് ഓമന പേര് ലഭിച്ച മാർട്ടിൻ ലൂതർ കിങ് പ്രഭാഷണം നടത്തുന്നത്. ഒരുപാട് കറുത്ത വർഗക്കാർ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രഭാഷണം കേൾക്കാൻ അമേരിക്കയുടെ തെരുവീതിയിൽ ലക്ഷോപലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടി. അവിടെ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞുപോയി, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന്. അപ്പൊ മാധ്യമപ്രവർത്തകന്മാർ ചോദിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട മാർട്ടിൻ ലൂതർ കിങ്ങിനോട്, ഡിയർ കിങ്, വാട്ട് ഈസ് യുവർ ഡ്രീം? അങ്ങയുടെ സ്വപ്നം എന്താണ്? ആ സ്വപ്നം കൂടി മാധ്യമങ്ങളോട് അങ്ങ് തുറന്നു പറയണം. മാർട്ടിൻ ലൂതർ കിങ് നീഗ്രോ അടിമ പാർശ്വവൽക്കരിക്കപ്പെട്ട അമേരിക്കയുടെ ദുസ്ഥിതിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് അന്ന് മൊഴിഞ്ഞു, ഈ അമേരിക്കയുടെ തെരുവീതിയിലൂടെ വെള്ളക്കാരനും തൊലി വെളുത്തവനും തൊലി കറുത്തവനും തോളോട് തോളുരമ്മി ഒരു ജപമാലയിലെ ഒരു തസ്ബീഹ് മാലയിലെ മുത്തുമണികളെ പോലെ ഒന്നിച്ച് നടക്കണം. ഒരച്ഛനമ്മക്കു പിറന്ന മക്കൾ, ഓർത്താലൊരൊറ്റ തറവാട്ടുകാർ നാം. നാഥന്റെ മുറ്റത്ത് വിളഞ്ഞിടുന്ന നന്നിന്തിരിക്കൊത്ത മനുഷ്യവർഗം. ഒരൊറ്റ ജന്മം, ഒരേ സമൂഹം, ഒരച്ഛനമ്മ തൻ ബാല്യവ്യൂഹം. അതോർക്കുകിൽ പിന്നെ ആധിപത്യം, നിതാന്ത സ്നേഹത്തിനാണു സത്യം. ആ മനോഹരമായ സത്യം അവിടെ ബോധ്യപ്പെടുത്തുകയാണ്. മാർട്ടിൻ ലൂതർ കിങ്ങിനോട് പത്രപ്രവർത്തകർ ചോദിച്ചു, മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, ഈ അമേരിക്കയിൽ വെള്ളക്കാരന്റെ നിഷ്ഠൂരമായ അക്രമങ്ങൾക്ക് ബലിയാടായി പോകുന്ന കറുത്ത വർഗക്കാരന് അങ്ങനെ ഒരു സ്വപ്നം പൂവണിയുമോ എന്ന് ചോദിച്ചപ്പോൾ അറേബ്യൻ മണലാരണ്യത്തിന്റെ നൂറ്റാണ്ട് 14 മുമ്പുള്ള കാഴ്ചയിലേക്ക് നീഗ്രോ വർഗക്കാരന്റെ നേതാവ്, കറുത്തവന്റെ നേതാവ്, ലോകം കണ്ട രണ്ടാമത്തെ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ് ജനങ്ങളെ കൊണ്ടുപോവുകയാണ്. ഏതാണ് അറേബ്യൻ മണലാരണ്യം? ഒന്നിൽക്കിൽ പെണ്ണ്, അല്ലെങ്കിൽ മദ്യം, അല്ലെങ്കിൽ യുദ്ധം. ഇതില്ലാതെ എന്റെ ജീവിതത്തിന് മറ്റൊരു സ്വപ്നമില്ല എന്ന് പറഞ്ഞ കാട്ടറബി, ആ കാട്ടറബിയുടെ കൈ പിടിച്ചു കൊണ്ടുവന്നിട്ടാണ് പറയുന്നത്, ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമീൻ. അറബിയായ മനുഷ്യന് അനറബിയേക്കാൾ വ്യത്യാസമില്ല. വലാ ഫളല ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ. അനറബിയായ മനുഷ്യന് അറബിയേക്കാളും സ്ഥാനാന്തരങ്ങളില്ല. വലാ ലി അബ്യദ അലാ അസ്വദ്. തൊലി വെളുത്തുപോയവന് കറുത്തവനേക്കാൾ വ്യത്യാസമില്ല. വലാ ലി അസ്വദ അലാ അബ്യദ്. തൊലി വെളുത്തുപോയവനേക്കാൾ കറുത്തവനും സ്ഥാനങ്ങളില്ല. ഇല്ലാ ബിത്തഖ്വാ. ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഭയഭക്തി നോക്കിയിട്ടാണ് ആളുകളുടെ നിർണയിക്കപ്പെടുക. ഇതാണ് മാർട്ടിൻ ലൂതർ കിങ്ങിന് ജനങ്ങളോട് പറയാനുണ്ടായിരുന്നത്. നൂറ്റാണ്ട് 14 മുമ്പുണ്ടായിരുന്ന അപരിഷ്കൃതമായ അറേബ്യൻ നാടിനെ എങ്ങനെയാണ് പരിശുദ്ധ തിരുമേനി മാറ്റിയെടുത്തത്? 23 സംവത്സരങ്ങളെ കൊണ്ട് പെണ്ണിന് മോചനം, 23 കൊല്ലം കൊണ്ട് അടിമയുടെ കണ്ണീരൊപ്പുകയാണ്, 23 വർഷം കൊണ്ട് സ്ത്രീക്ക് സനാതന മൂല്യങ്ങൾ കൊടുക്കുകയാണ്, 23 വർഷം കൊണ്ട് തൊഴിലാളിയുടെ വിയർപ്പ് പറ്റുന്നതിന്റെ മുമ്പ് വേതനം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, 23 വർഷം കൊണ്ട് ചങ്ങലകളെ കൊണ്ട് കയ്യാമം വെക്കപ്പെട്ടവന്റെ കയ്യാമങ്ങളെ പൊട്ടിച്ചെറിയുകയാണ്, 23 വർഷം കൊണ്ട് കുഞ്ഞുങ്ങളോട് ചേരുമ്പോ കുഞ്ഞാവണം എന്ന അധ്യാപനം ലോകത്ത് വിളംബരം ചെയ്യപ്പെടുകയാണ്, 23 വർഷം കൊണ്ട് വിജ്ഞാനങ്ങളുടെ ശ്രീകോവിലേക്ക് അധസ്ഥിതനായ മനുഷ്യനെ വഴി നടത്തപ്പെടുകയാണ്, 23 വർഷം കൊണ്ട് സയൻസ് ഇല്ലാത്ത ടെക്നോളജി ഇല്ലാത്ത ലോകത്തിന്റെ ജനങ്ങളോട് ഒട്ടകം എങ്ങനെ പടക്കപ്പെട്ടു സോളജി പഠിക്കണം, ആകാശം എങ്ങനെ ഉയർത്തപ്പെട്ടു ആസ്ട്രോളജി പഠിക്കണം, ശാസ്ത്രത്തിന്റെ ശാഖകളുടെ പുതിയ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്, 23 സംവത്സരങ്ങളെ കൊണ്ട് ഉഭയകക്ഷി ബന്ധങ്ങൾ രൂഢമൂലമാവുകയാണ്, 23 വർഷം കൊണ്ട് കിസ്റ കൈസർ രാജാവുമായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിലൂടെ മറ്റു മതക്കാരോട് നല്ല രീതിയിലുള്ള സഹവർത്തിത്വത്തിന്റെ മര്യാദ വേണം എന്ന പുതിയ പാഠം ലോകം കേൾക്കുകയാണ്, 23 വർഷം കൊണ്ട് നജ്റാനിൽ നിന്ന് കടന്നു വന്ന ക്രൈസ്തവർക്ക് തവാഫ് ചെയ്യുന്ന മതാഫിൽ നിന്ന് മുസ്ലിങ്ങളെ മാറ്റിക്കൊടുത്തിട്ട് അവരുടെ ആരാധന നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ മഹോന്നതമായ ഒരു കവാടം തുറക്കപ്പെടുന്നതോടുകൂടെ ലോകത്ത് ഇസ്ലാം സഹിഷ്ണുതയുടെ മതമായി തീരുകയാണ്,
എത്ര വലിയ വിപ്ലവങ്ങൾ, എത്ര വലിയ മൂല്യങ്ങൾ, എത്ര വലിയ സംസ്കാരങ്ങൾ. ആ മൂല്യം ഹോ ജയിപ്പൂ, ആ സ്നേഹം ഹോ ജയിപ്പൂ. അതുകൊണ്ട് മുസ്ലിമേ, നമ്മളാണ് പരിശുദ്ധ പ്രവാചക തിരുമേനി ഏൽപ്പിച്ചു പോയ ഖലീഫമാർ. അവിടുന്ന് കയ്യിൽ ദൗത്യം ഏൽപ്പിച്ചു തന്ന ഖലീഫമാരാണ്. ആ ഖലീഫമാരായിരിക്കുന്ന നമ്മളൊക്കെ പരിശുദ്ധ മതത്തിന്റെ ദൗത്യം വേണ്ട രീതിയിൽ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യം, ഇസ്ലാമിന്റെ സൗന്ദര്യം, ഇന്നല്ലാഹ ജമീൽ, അള്ളാഹു എത്ര ഭംഗിയുള്ളവനാണ്, വയുഹിബ്ബുൽ ജമാൽ, അള്ളാഹു സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവനാണ്, അള്ളാഹു സൗന്ദര്യവാനാണ്, അള്ളാഹു സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധ തമ്പുരാന്റെ സൗന്ദര്യം, ഇടപെടലിന്റെ സൗന്ദര്യം, അള്ളാഹുവിന്റെ സൗന്ദര്യം, അടിമയോടുള്ള വാത്സല്യത്തിന്റെ സൗന്ദര്യം, അള്ളാഹുവിന്റെ സൗന്ദര്യം, ഈ പ്രപഞ്ച നിർമ്മാണത്തിന്റെ സൗന്ദര്യം, പ്രകൃതിയുടെ ഒരു സൗന്ദര്യം നമ്മൾ വായിക്കണം. ഒരു മഴ പെയ്യുമ്പോ പോലും അവിടെ സംഗീതമാണ്, ഒരു പക്ഷിയുടെ കളകളാരവം മുഴങ്ങുമ്പോ അവിടെ സംഗീതമാണ്, ഒരു അരുവി ചാലിട്ടൊഴുകിക്കൊണ്ടിരിക്കുമ്പോ അവിടെ സംഗീതമാണ്. രണ്ട് വെള്ളാരം കല്ലുകൾ പ്രകൃതി ദുരന്തത്തിന്റെയോ പ്രകൃതി പ്രതിഭാസത്തിന്റെയോ ഭാഗമായി ഒന്ന് കൂട്ടിമുട്ടുമ്പോ ഇത്രകാലം കേൾക്കാത്ത ഒരു ശബ്ദം അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അത് പ്രകൃതിയുടെ സംഗീതമാണ്. എല്ലാം സംഗീതം. കാറ്റ് പോലും പ്രകൃതിയുടെ താളമാണ്. ഈ കാറ്റ് വന്നിട്ട് കാട്ടിലെ മുളങ്കൂട്ടങ്ങളിലേക്ക്, മുളങ്കാടുകളിലേക്ക്, ഈറക്കൂട്ടങ്ങളിലേക്ക്, ഓടക്കൂട്ടങ്ങളിലേക്ക് കാറ്റ് മെല്ലെ തഴുകി തലോടുമ്പോ ഒരു മുള മറ്റൊരു മുളയോട് ആലിംഗനത്തിൽ ഏർപ്പെടുകയാണ്. ഒരു മരക്കൊമ്പ് മറ്റൊരു മരക്കൊമ്പിനോട് പരിരംഭണം നടത്തുകയാണ്. ഒരു ശിഖിരം മറ്റൊരു ശിഖിരത്തെ ആശ്ലേഷം ചെയ്യുകയാണ്. ഒരു ശാഖ മറ്റൊരു ശാഖയോട് പരസ്പരം ഹസ്തദാനങ്ങളിൽ ഏർപ്പെടുകയാണ്. അവിടെയെല്ലാം പ്രകൃതിയുടെ പുതിയ സംഗീതം രൂപപ്പെടുകയാണ്. അവിടെയെല്ലാം പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം നമ്മൾ കാണുകയാണ്. അതുകൊണ്ടാണ് ലോകം കണ്ട ഒരു പ്രശസ്തനായ പണ്ഡിതൻ പറഞ്ഞു, സൂഫിയായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു പൂന്തോട്ടം കാണാൻ പോകണം. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു പച്ചപ്പ് കാണാൻ പോകണം. അതിന് ഏതെങ്കിലും അന്റാർട്ടിക്കയിലേക്ക് ടൂർ പോകണം എന്നില്ല. പിന്നെ ഈ വെന്നിയൂരിന്റെ പരിസര പ്രദേശങ്ങളിലൂടെ നടന്നു പോകുമ്പോ നമ്മുടെ സൈഡുകളിൽ, ഇരുവശങ്ങളിൽ പച്ചപ്പോടുകൂടെ നിലകൊള്ളുന്ന തളിർത്ത് തരളിതമായ പുൽപ്പാടങ്ങൾ കണ്ടിട്ട് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, അല്ലാഹുവേ നീ ഇതൊന്നും വെറുതെ പടച്ചതല്ല തമ്പുരാനെ എന്ന് പറഞ്ഞിട്ട് റബ്ബിലേക്ക് കടന്നു പോകുന്ന ഒരു പ്രയാണം. അത് ഇസ്ലാമാണ്, അത് ഇസ്ലാമിന്റെ സൗന്ദര്യമാണ്. അപ്പൊ പള്ളിയുടെ ഉള്ളിൽ മാത്രമല്ല ഇസ്ലാം കിടക്കണത് എന്നുള്ളത് മനസ്സിലാക്കണം. അട്ടേർലി നമ്മുടെ ലൈഫിൽ മുഴുവൻ ഇസ്ലാം അങ്ങനെ മുഴച്ചു നിൽക്കണം. വാക്കിൽ ഇസ്ലാം, നോക്കിൽ ഇസ്ലാം, ഇടപെടലുകളിൽ ഇസ്ലാം. അങ്ങനെയാകുമ്പോൾ ഇസ്ലാമിന്റെ സൗന്ദര്യം വർദ്ധിക്കും എന്നർത്ഥം. ലോകം അത് തെളിയിച്ചതാണ്. ഇപ്പൊ ഇസ്ലാമിന്റെ ഓരോ മൂല്യങ്ങൾ എടുത്തിട്ടാണ് ഒരുപാട് ആളുകൾ പരിശുദ്ധ മതത്തിന്റെ ഈ ശാദ്വല തീരത്തേക്ക് കടന്നു വരുന്നത്. അത് മറിയം ജമീലയാണെങ്കിലും, അത് മാധവിക്കുട്ടിയിൽ നിന്ന് കമല സുരയ്യയിലേക്കുള്ള പ്രയാണമാണെങ്കിലും, അത് കമൽ സി ചവറയിൽ നിന്ന് കമൽ സി നജ്മലിലേക്കുള്ള പ്രയാണമാണെങ്കിലും, അതിൻ്റെ ഒടുക്കത്തെ ഉദാഹരണം പോലെ കമൽ സി നജ്മൽ. അങ്ങനെ ഒരുപാട് ആളുകളുടെ ഇസ്ലാം ആശ്ലേഷത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിലൊരു മുസ്ലിമിൻ്റെ ഭീഷണിയല്ല, അതിലൊരു മുസ്ലിമിൻ്റെ വശംവദനാക്കൽ സ്വഭാവമല്ല, അതിലൊരു മുസ്ലിമിൻ്റെ വശീകരണങ്ങളല്ല. ഇസ്ലാമിന്റെ സൗന്ദര്യം കണ്ടിട്ട് ആളുകൾ കടന്നു വരികയാണ്. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രസംഗം കേട്ടിട്ട് ഒരുപാട് ആളുകൾ അവിടെ പരിശുദ്ധ ഇസ്ലാമിന്റെ സനാതന മൂല്യങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഹജ്ജിന്റെ മൂല്യം പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് യൂറോപ്യൻ ചിന്തകന്മാരുണ്ട്. അവർ ഹജ്ജിന്റെ മൂല്യം പഠിക്കുകയാണ്. അവർക്ക് അമുസ്ലിങ്ങളായത് കൊണ്ട് അങ്ങോട്ട് പോകാനുള്ള അനുവാദമില്ല, സ്വാതന്ത്ര്യമില്ല. ചരിത്ര പുസ്തകങ്ങളിലൂടെ എന്താണ് ഹജ്ജ്, എന്താണ് ഹജ്ജിന്റെ പ്രാക്ടിക്കൽ വശങ്ങൾ എന്നത് പഠിക്കുകയാണ്. ഒറ്റ ഹജ്ജിലൂടെ മനുഷ്യത്വത്തിന്റെ പുരസ്കാരമാണ്. രാജാവും പ്രജയും രണ്ടേ കഷ്ണം വസ്ത്രം ധരിക്കുകയാണ്. രണ്ടേ വസ്ത്രത്തിൽ അള്ളാഹുവിന്റെ ആരാധനാലയത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ വലയം വെക്കുന്ന മുസൽമാൻ ഒറ്റ വാക്കാൻ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്.
ആഫ്രിക്കക്കാരനും ഒറ്റ ഭാഷ, ഇന്തോനേഷ്യക്കാരനും ഒറ്റ ഭാഷ, റഷ്യക്കാരനും ഒറ്റ ഭാഷ, ഇന്ത്യക്കാരനും ഒറ്റ ഭാഷ, സാക്ഷാൽ സൗദി അറേബ്യയിലുള്ള അറബിക്കും ഒറ്റ ഭാഷ. ഭാഷയുടെ വിഷയത്തിൽ പോലും ഏകീകരണത്തിലേക്ക്, ചിന്തയുടെ വിഷയത്തിലുള്ള ഏകീകരണത്തിലേക്ക് ഇസ്ലാം അവരെ കൊണ്ടുപോവുകയാണ്. ഹറം പാക് ബി ഏക്, ദീൻ ബി ഏക്, ഖുർആൻ ബി ഏക്, ഖിബ്ല ബി ഏക്, और कुछ बड़ी बात तो हुई मुसलमान भी एक. हरम पाक भी एक, ഖുർആൻ ബി ഏക്. ഇന്തോനേഷ്യക്കാരൻ പാരായണം ചെയ്യുന്ന ഖുർആനും അറബി ഭാഷയിലുള്ള ഖുർആൻ, റഷ്യക്കാരൻ ഓതുന്ന ഖുർആനും അറബ് ഭാഷയിൽ ലിഖിതമുള്ള ഖുർആൻ മലയാളി പാരായണം ചെയ്യാൻ അവന്റെ മാതൃഭാഷ മലയാളമായിരുന്നിട്ട് പോലും അള്ളാഹുവിന്റെ കലാമായ ഖുർആനിന്റെ അക്ഷരം തെറ്റാതെ ഉച്ചരിക്കാൻ 10,000-കണക്കിന് മതസംവിധാനമുള്ള മദ്രസകൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാട്ടുകാർ കെട്ടിപ്പൊക്കിയത് എന്തിനാണ്? ഖുർആനിന്റെ ഭാഷ നമ്മുടെ കുട്ടി പഠിക്കാനാണ്. ഖുർആനിന്റെ ഐഡിയോളജി നമ്മുടെ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചിരിക്കാനാണ്. ആ ഖുർആനിൽ നിന്ന് നമ്മൾ ദൂരെ പോകാൻ പാടില്ല എന്നർത്ഥം. വസമാനെ മേ മുഅസ്സസ് തേ മുസൽമാൻ ഹോകർ ആജ് ഹം ഖാർ ഹുയേ താരിഖേ ഖുർആൻ ഹോകർ. അന്നത്തെ കാലത്ത് നമുക്കൊക്കെ ഉഗ്രപ്രതാപം ഉണ്ടായിരുന്നു. പഴയകാലത്തെ മുസൽമാന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രതാപങ്ങളിലൂടെയായിരുന്നു അന്നത്തെ മുസ്ലിം സഞ്ചരിച്ചത്. ആജ് ഹം ഖാർ ഹുയേ, ഇന്ന് നമ്മൾ പരാജിതരായിരിക്കുകയാണ്, ഇന്ന് നമ്മൾ നിന്ദ്യരായിരിക്കുകയാണ്. എങ്ങനെ? താരിഖേ ഖുർആൻ ഹോക്കർ, പരിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആനിന്റെ മനോഹരമായ സ്മൃതികളെ, മനോഹരമായ സൂക്തികളെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകണം. അതിൽ നിന്ന് സമുദായം ഒരുപാട് ദൂരെയായിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ തിരക്ക്, ഇന്ന് നമ്മുടെ സംഭാഷണങ്ങൾ എല്ലാം ഭൗതികതയ്ക്ക് വേണ്ടിയാണ്. ഏകോദര സഹോദരന്റെ മാരടത്തിൽ കടാര കുത്തിയിറക്കി അവനെ കൊലപ്പെടുത്തണം. അത് ചായ കുടിക്കുന്ന ലാഘവത്തോടെ ലോകം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താനൂരിലെ അഞ്ചുടിയിലെ ബഷീറിനെ സവാദിനെ കൊന്ന സൗജത്ത് തന്നെ പറഞ്ഞുപോയി. അവസാനം സവാദിനെ കൊല്ലുന്നതിന്റെ 1-ാം പ്രതിയായ ബഷീർ തന്നെ പറഞ്ഞുപോയി, സൗജത്തിന്റെ കാമുകൻ, എന്ത്, ഞാൻ അദ്ദേഹത്തെ കൊല ചെയ്യാനുള്ള എല്ലാ ഇന്ധനവും എനർജിയും ശക്തിയും മനസ്സും എനിക്ക് തന്നത് അവന്റെ തന്നെ സഹധർമ്മിണിയാണ്. ഇത്രകാലം അവന്റെ കൂടെ കിടപ്പറ പങ്കിട്ട ബെറ്റർ ഹാഫ്, ജീവിതത്തിന്റെ നല്ല പാതി. ഒരു സഹധർമ്മിണിയായി ജീവിതത്തിലേക്ക് കയറി വരുന്ന ഒരു പെണ്ണിനെ പറ്റി ഇംഗ്ലീഷുകാരൊക്കെ വളരെ മനോഹരമായി പറയുന്നൊരു ആപ്തവാക്യാണത്. ബെറ്റർ ഹാഫ് ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൻ്റെ നല്ല പാതി. മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് ജീവിതത്തിൻ്റെ നല്ല പാതി. ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഭാഗധേയം സൃഷ്ടിച്ചിട്ട് എൻ്റെ സ്നേഹം, എൻ്റെ ഉത്തരവാദിത്തം, എൻ്റെ കടപ്പാട്, എൻ്റെ ആർജവം, എൻ്റെ ആരോഗ്യം, എൻ്റെ മനസ്സ് എല്ലാം പകുത്തു നൽകാൻ എനിക്ക് മറ്റൊരവകാശിയുണ്ടെങ്കിൽ അത് മൈ ബെറ്റർ ഹാഫ്, എൻ്റെ മറ്റൊരു വശം, അതാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞുപോയി. ആ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയിലൂടെയാണ് പരിശുദ്ധമായ ഇന്ത്യ രാജ്യത്തിൻ്റെ സംസ്കാരങ്ങൾ കടന്നുപോയത്. അവിടെ അല്ലലില്ലായിരുന്നു, അവിടെ അലട്ടലില്ലായിരുന്നു, അവിടെ സ്നേഹം മാത്രമാണ്. ഉസ്മാൻ ഖാൻ എന്ന് പറയുന്ന ഒരു തോഴനായ മനുഷ്യൻ ഔറംഗസീബ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു പെണ്ണിനെ വഴിപിഴപ്പിച്ചു കൊണ്ടുവന്നപ്പോ പെണ്ണ് പറഞ്ഞുപോയി, എനിക്കൊരു ഭർത്താവുണ്ട്, അതുകൊണ്ട് രാജാവേ എന്നോട് ക്ഷമിക്കണം, എൻ്റെ ശരീരം മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണ്, രാജാവേ ക്ഷമിക്കണം. തസ്കരനല്ല ഞാൻ, മുഷ്കരനല്ല ഞാൻ, തമ്മാടിയല്ല ഞാൻ, മുഗ്ധശീലേ ദേവി തൻ ദാസ്യം കൊതിക്കൂമൊരുത്തൻ ഞാൻ, ഈ വീട് വീടേ കുദാസഗൃഹം എന്ന് പറഞ്ഞ് വള്ളത്തോൾ നാരായണ മേനോൻ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന് പറഞ്ഞാണ്ട് ഭാരത സ്ത്രീകളുടെ മഹാത്മ്യത്തെ വിളിച്ചോതിയിട്ടുള്ള മനോഹരമായ കാവ്യശില്പത്തെ, കാവ്യതല്ലജത്തെ മഹാഭാരത സംസ്കാരത്തിന്റെ മുന്നിലേക്ക് വിതരണം ചെയ്തിരിക്കുകയാണ്. തിരൂരിൽ നിന്നൊരു വള്ളത്തോൾ
അത് നമ്മൾ തിരിച്ചറിയണം. ആ പാരമ്പര്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു മൂല്യങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. അതൊന്നും മൂല്യമല്ല, അത് മൂല്യനിരാസമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കിഴക്കേ ജർമ്മനിയിൽ കാതറിൻ സ്റ്റോവർ എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ പത്രപരസ്യം ഇതിനോടകം തന്നെ വലിയ വൈറലായിരുന്നു, വലിയ ചർച്ചയായി. ആ പെണ്ണ് പത്രത്തിൽ കൊടുത്ത പരസ്യം എന്താണ്? ആ പെണ്ണ് പത്രത്തിൽ നട്ടെല്ല് നിവർത്തിയിട്ട് തന്നെ മാട്രിമോണിയുടെ പേജിൽ എഴുതിപ്പോയി, ഞാൻ കാതറിൻ സ്റ്റോവർ, എൻ്റെ വയസ്സ് 35, വരനെ തേടുന്നു. എന്നിട്ട് 4 കുട്ടികളുടെ അമ്മ, എൻ്റെ 1ാമത്തെ കുഞ്ഞ് ഫ്രാൻസുകാരനായ ഭർത്താവിലൂടെ ജനിച്ചത്, എൻ്റെ 2ാമത്തെ കുഞ്ഞ് ഇറ്റലിക്കാരനായ ഭർത്താവിൽ നിന്നുണ്ടായത്, എൻ്റെ 3ാമത്തെ കുഞ്ഞ് റോമക്കാരൻ്റെ സന്തതി, എൻ്റെ 4ാമത്തെ കുഞ്ഞ് എൻ്റെ രാജ്യമായ ജർമ്മനിയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഈ 4 രാജ്യങ്ങളിലും പെടാത്ത 5ാമതൊരു കുഞ്ഞിനെ തരാൻ കെൽപ്പുള്ള വരനെ തേടുന്നു. വീണ്ടും ഞാൻ കാതറിൻ സ്റ്റോവർ, വയസ്സ് 35. വിദേശ മാധ്യമങ്ങളിൽ കിഴക്കേ ജർമ്മനിയിലെ വളരെ പ്രശസ്തമായൊരു പത്രത്തിൽ ഈ പരസ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജർമ്മനിക്കാരായ ആളുകൾക്കൊന്നും യാതൊരു അലോസരമോ അസ്വാഭാവികതയോ ആശ്ചര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അത് മലയാളക്കര നല്ല രീതിയിൽ ചർച്ച ചെയ്തു. ഞാൻ പറയട്ടെ, ഈ കോലത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അഡൽട്ടറി സംവിധാനത്തിനുള്ള സാധുത സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയമവിധേയമാക്കിയിരിക്കുന്ന പുതിയ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇനി മതങ്ങൾക്ക് മേൽ ഭരണഘടന പറക്കുന്ന ഒരു കാലഘട്ടമാകുമ്പോൾ രാജ്യത്തിൻ്റെ നീതിപീഠത്തിൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് കോടതി കയറേണ്ടി വരില്ല എന്ന ധൈര്യം വളർന്നു വരുന്ന കൗമാരക്കാരനും കൗമാരക്കാരിക്കും ലഭിക്കുമ്പോൾ വേണമെങ്കിൽ മലയാള മനോരമയിലും മലയാളി മംഗമാരുടെ ഇത്തരത്തിലുള്ള കാതറിൻ സ്റ്റോവറിനെ പോലെയുള്ള പരസ്യം പ്രത്യക്ഷപ്പെട്ടേക്കാം. അതിൽ അത്ഭുതപ്പെടാനൊന്നും ഉണ്ടായിരിക്കൂല. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിങ്ങനെ അനുവദിച്ച് ഇതിൻ്റെ കിളിവാതിലുകളും കവാടങ്ങളും തുറന്നു കൊടുത്ത് യാതൊരു പ്രശ്നമില്ല. ചാകര പോലെ കാമുകന്മാരെ ഇഷ്ടം പോലെ സ്വീകരിക്കാൻ പറ്റുന്ന അനാശാസ്യ പേക്കൂത്തുകാരുടെ സ്വാതന്ത്ര്യം മുഴുവൻ ലഭ്യമാകുന്ന പുതിയ വാണിജ്യ കലഹം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്പോളങ്ങളിൽ ആണിന് പെണ്ണ്, പെണ്ണിന് ആണ് എന്നുള്ളത് 18 വയസ്സുള്ള ഒരു പൗരന്റെ അവകാശമാണ് എന്ന് വിധിയെഴുതിയ കോടതി വിധിയുടെ മുമ്പിലൂടെ ഒരു തലമുറ ഇനി ഇങ്ങനെ ജീവിക്കുമ്പോ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ ആ വഴി പോലും ബ്ലോക്കാക്കി അഭിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരോട് ഒന്ന് മാറടാ എന്ന് പറയാൻ ധൈര്യപ്പെടുന്നവൻ എൻ്റെ കാലത്തുള്ള അബൂബക്കറാണ്, എൻ്റെ കാലത്തുള്ള ഉമറാൻ. അതിനുപോലും ധൈര്യപ്പെടുന്നവൻ പിന്നെ അന്നത്തെ കാലത്തുണ്ടാകൂല. അങ്ങനെ കാമുകന്മാരോട് പറയാൻ ഒരാൾ ആർജവം കാണിച്ചാൽ അവർ എൻ്റെ കൂടെ ജീവിച്ച അബൂബക്കറിനെ പോലെയാണ്, അവർ ഉമറിനെ പോലെയാണ്. ആ സമുദായത്തിന്റെ ഇടയിൽ അവരുടെ സ്ഥാനം അത്ര മഹത്തരമാണ് എന്ന് പോലും പരിശുദ്ധ റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെ ഒരുപാട് വായനകൾ സമുദായത്തിൻ്റെ മുമ്പിൽ നമ്മൾ നടത്തേണ്ടിയിരിക്കുകയാണ്. കാരണം പ്രതിലോമകരമായിരിക്കുന്ന ഇത്തരം വിധിന്യായങ്ങൾ എങ്ങോട്ടാണ് ഭാരത സംസ്കാരത്തെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഒരു ഭാഗത്ത് അയ്യപ്പ ദർശനത്തിന് വേണ്ടി ശബരിമലയിലേക്ക് പെണ്ണുങ്ങൾക്ക് പ്രവേശനം കൊടുക്കുക എന്നുള്ളത് ഹൈന്ദവ മത ആചാരങ്ങൾക്ക് അനുസൃതമായിട്ട് വിരുദ്ധമായ ഒരു തെറ്റായ കാര്യമാണെങ്കിൽ എന്തിനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ വിഷയത്തിൽ വാശി പിടിക്കുന്നത്? ശബരിമലയിലേക്ക് സ്വാമി അയ്യപ്പനെ കാണാൻ വേണ്ടി സ്വാമിമാര് പോകുമ്പോൾ സ്വാമിജിമാര് പോകണം എന്ന നിഷ്കർഷത ആ ആരാധനയും അനുഷ്ഠാനവും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഇരുമുടിക്കെട്ടുമായിട്ട് പമ്പാ തീരത്തേക്ക് കടന്നുപോയി അവിടെ നിന്ന് അയ്യപ്പനെ കാണാൻ കടന്നു പോകുന്ന സ്വാമികൾക്കില്ലാത്ത ഭക്തി എന്തിനാണ് പിന്നെ ബഹുമാനപ്പെട്ട വിധികർത്താക്കൾക്ക്? അടുപ്പിനില്ലാത്ത ചൂട് ചട്ടിക്കോ? അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതൊക്കെ ഒരു തരത്തിലുള്ള ഡിവൈഡിങ് ആൻഡ് റൂൾ അല്ലേ? ഇതാണ് സത്യത്തിൽ നടക്കുന്നത്. നമ്മളെ മുസ്ലിം സഹോദരങ്ങളൊന്നും ശബരിമല വിഷയത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടക്കാതിരിക്കലാണ് ഭൂഷണം ലക്കും ദീനുക്കും വലിയ ദീൻ. അത് അവരുടേതായ മതവീക്ഷണ പ്രകാരം പാവനമായിട്ട് അവർ കാണുന്നൊരു സംസ്കാരമാണ്. ആചാര്യന്മാരുടെ ഇന്ത്യ, ഉപനിഷത്തുകളുടെ ഇന്ത്യ, മനുസ്മൃതിയെ പഠിപ്പിച്ച ഇന്ത്യ, മഹാഭാരത സംസ്കാരങ്ങളെ പഠിപ്പിച്ച ഇന്ത്യ, അവർക്കൊരു പാവനമായ സംസ്കാരം ഉണ്ടെങ്കിൽ
ആ പാവനമായ സംസ്കാരങ്ങളെ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് രാജ്യത്തെ മുസ്ലിം മാപ്പിള കടന്നുപോയത്. എന്നിട്ടാണ് അത് കണ്ടിട്ടാണ് ആ മാപ്പിളക്ക് വേണ്ടി പറമ്പിന്റെ പാർശ്വഭാഗം മാപ്പിളയുടെ നമസ്കാര പള്ളി നിർമ്മിക്കാൻ നമ്പൂതിരി എഴുതി കൊടുത്തത്. ആ സംസ്കാരത്തിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങളെയും ഹൈന്ദവരെയും ഭിന്നിപ്പിക്കുവാനുള്ള വളരെ ഹീനവും ദുഷ്കരവുമായിരിക്കുന്ന നടപടികളെ നമ്മുടെ നിലപാടുകളിലൂടെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധ്യമാകണം എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്തിനാണ് ഇതൊക്കെ? ഇതാണ് ഞാൻ പറഞ്ഞത്, ആർക്കും ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഇതാണോ? അതുകൊണ്ട് നമുക്ക് ആ ഭാഗം വിടാം. നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇന്ന് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളെ ലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ഓരോ ഭാഗങ്ങളും ജീവോൽപത്തി മുതൽ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശാസ്ത്ര സമൂഹം വരെ ജീവോൽപത്തി മുതൽ സമുദ്രജലത്തിലെ പ്രോട്ടോപ്ലാസം സംഭവിച്ചിട്ട് അതിൽ നിന്ന് അമീബയുണ്ടാകുന്നു, അതിൽ നിന്ന് ജീവന്റെ ഉൽപ്പത്തി ഉണ്ടാകുന്നു. അതുകൊണ്ട് ജീവന്റെ ഉൽപ്പത്തി വെള്ളത്തിൽ നിന്നാണ് എന്ന് ഇന്ന് ശാസ്ത്രം കണ്ടെത്തി. ഈ ശാസ്ത്രം ജനിക്കുന്നതിന്റെ 14 മുമ്പ് ഇസ്ലാം പരിശുദ്ധ ഖുർആനിലൂടെ നബി തങ്ങൾ സ്വഹാബത്തിനെ കേൾപ്പിക്കുകയാണ്, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ, എല്ലാ ജീവനുള്ള വസ്തുക്കളെയും നാം പടച്ചത് വെള്ളത്തിൽ നിന്നാണ്. വജഅൽനാഹാ മിനൽ മാഇ, വെള്ളത്തിൽ നിന്നാണ് നമ്മൾ എല്ലാ ജനസ്സുകളെയും വേർതിരിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് തന്നെ കിട്ടി അന്നസമാ വൽ അർള കാനതാ റത്ഖൻ ഫഫതഖനാഹുമാ. നിങ്ങൾ കാണുന്നില്ലേ, ഭൂമി ആകാശം ഈ സാധനങ്ങളെ കൊട്ടിപ്പിടിച്ചതായിരുന്നു. അവിടെയാണ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന ഒരു പൊട്ടിത്തെറി സംഭവിക്കുന്നത്. ആ പൊട്ടിത്തെറിയിലൂടെ പ്രപഞ്ചം ചിതറിപ്പോകുന്നത്. വ്യാഴം വ്യാഴത്തിന്റെ വഴിക്ക്, ശുക്രന്റെ വഴിക്ക്, യുറാനസിന്റെ നെപ്റ്റ്യൂണിന്റെ വഴിക്ക്, ചൊവ്വയുടെ വഴിക്ക്, ചന്ദ്രന്റെ വഴിക്ക്, ഭൂമിയുടെ വഴിയെ എല്ലാത്തിനെയും നമ്മൾ വേർപ്പെടുത്തി. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ, ജീവനുള്ള സകല വസ്തുക്കളെയും നാം പടച്ചത് വെള്ളത്തിൽ നിന്നാണ്. അതുകൊണ്ട് മനുഷ്യ നമ്മളൊക്കെ ഇങ്ങനെ കടന്നു വന്നവരാണ്. ഇനി മനുഷ്യന്റെ ഉൽപ്പത്തി ശാസ്ത്രം അതിനെപ്പറ്റി പറഞ്ഞത് സൈക്കോട്ട്, ഒരു തുള്ളിക്കൊണ്ടിരിക്കുന്ന സൈക്കോട്ട്. ഈ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് പിന്നെ ഒരു രക്തപിണ്ഡത്തിലേക്ക് മനുഷ്യൻ മാറുന്നതിനെ പറ്റി ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യ നിന്നെ പടച്ചത് അലഖിൽ നിന്നാണ്. മാംസപിണ്ഡമായി നീ മാറുകയാണ്, നുത്ഫത്തായി നീ മാറുകയാണ്. അലം യകുന നുത്ഫതൻ മിൻ മനി യുംനാ, നീ ഒരു ഇന്ദ്രിയത്തുള്ളിയായിരുന്നില്ലയോ മനുഷ്യ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഈ ആയത്തിലൂടെ മനുഷ്യോൽപത്തിയെ പറ്റി ഇന്ന് ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊന്നും അഹങ്കരിക്കാനുള്ള ഒന്നുമില്ല. അള്ളാഹു തആല നമ്മളെങ്ങനെ പഠിച്ച് ശരിക്കും നമ്മളെ അസ്തിത്വം ചിന്തിക്കണം. എല്ലാ ആളുകളിലേക്കുള്ളൊരു ബോധനാണിത്. നമ്മൾ അസ്തിത്വം ചിന്തിക്കണം. ദുനിയാവിൽ അള്ളാഹു തആല നമ്മളെ ഇത്രയും പരിമിതികൾക്കുള്ളിലാണ് നിർത്തിയിരിക്കുന്നത്. ഇത്ര മൈക്രോൺ, ഇതിൻ്റെ അപ്പുറത്തുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ കഴിയൂല. റേഡിയേഷൻ ഇല്ലേ, ഇങ്ങനെ അൾട്രാ വയലറ്റ് രശ്മികളെ പോലും മനുഷ്യന് കാണാൻ സാധിക്കുന്നില്ല. MRI സ്കാൻ നടത്തുമ്പോൾ ഈ വളരെ ഷാർപ്പായിരിക്കുന്ന ഈ രശ്മികളെ കടത്തിവിട്ട് മനുഷ്യ ശരീരത്തിൻ്റെ ഞെണുവിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന എന്തെങ്കിലും മാരക രോഗത്തിൻ്റെ വൈറസ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ അൾട്രാ വയലറ്റ് രശ്മികൾക്ക് സാധ്യമാണെങ്കിൽ ആ രശ്മികളെ ചിലപ്പം നഗ്ന നേത്രങ്ങളെ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ രശ്മികൾ ഇവിടെ ഇല്ല എന്നല്ല. മനുഷ്യ, നിന്റെ കണ്ണിൻ്റെ പരിമിതി അത്രയേ ഉള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം ഇതാ എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയുടെ പരിസരത്തായി, അങ്കമാലിയുടെ പരിസരത്തായി 35 ലക്ഷം രൂപയുടെ കവർച്ചയാണ് ഇന്നലെ പുലർച്ചെ നടത്തിയിരിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ 7 അംഗ സംഘം ATM കൗണ്ടർ കുത്തി തുറക്കുകയും ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATM കൗണ്ടറിന്റെ ഉള്ളിൽ CCTV ക്യാമറയിൽ പതിയാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വിദേശ നിർമ്മിതമായ സ്പ്രേ പെയിന്റ് അടിക്കുകയും അവസാനം അവർ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATM മെഷീൻ പൊളിക്കുകയും ഒരു മെഷീൻ്റെ അകത്ത് നിന്ന് 15 ലക്ഷവും മറ്റൊരു മെഷീൻ്റെ അകത്ത് നിന്ന് വേറെ കുറച്ച് ലക്ഷങ്ങളും മോഷണം നടത്തി അപഹരിച്ച് ഞൊടിയിടയിൽ രാജ്യം വിട്ട്
പ്രദേശം വിട്ടിരിക്കുകയാണ്. ഈ അവസരത്തിലും ഇവരെ പറ്റിയിട്ടുള്ള ഒരുപാട് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ഇതുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. പക്ഷേ പോലീസിനെ ആദ്യമായിട്ട് ആശ്രയിക്കേണ്ടി വന്നത് ഡോഗ് സ്ക്വാഡിനെയാണ്, പോലീസ് നായയെയാണ്. പോലീസ് നായ വരണം. അപ്പോൾ ആക്കിലും ബാലിയും ഹുറും മുക്കല്ലഫൊക്കെ ആയ എല്ലാവിധ സർട്ടിഫിക്കറ്റ് ആയോധന കലകളിൽ ഇത്രയും പദവി തീർത്ത പോലീസുകാരൻ, ബിരുദാനന്തര ബിരുദത്തിൽ ഇത്രയും വലിയ ക്വാളിഫിക്കേഷൻ നേടിയ പോലീസുകാരൻ, താൻ എല്ലാം ആണ് എന്ന് എല്ലാവരോടും ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പോലീസുകാരൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ആ മനുഷ്യന് നമ്മളെ മതവിശ്വാസ പ്രകാരം തൊട്ടാൽ 7 വട്ടം കഴുകേണ്ട മുഹല്ലലായ നജസ് നായയെ അതിൻ്റെ ചെങ്ങല പിടിച്ചിട്ട് സഹായം തേടേണ്ടി വന്നു. എവിടെയാണ് പ്രതി, എങ്ങോട്ടാണ് പ്രതി സഞ്ചരിച്ചത്? ഒന്നുമല്ലാത്ത നായയെ നമുക്ക് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു? അപ്പം നമ്മുടെ ലോൾഫ്, നമ്മുടെ ബലഹീനതയാണ് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻസാൻ കംസോർ ഹേ. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പോലീസ് നായയാണ് പറഞ്ഞത് ഇവരെ വരെ അവർ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടുന്ന് നായ എങ്ങോട്ട് തിരിച്ചു വരിക ചെയ്തത്. അപ്പം ആ കാര്യം ഗസ് ചെയ്തിട്ടാണ് പോലീസുകാർ അടുത്ത ഇൻവെസ്റ്റിഗേഷനായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നായയുടെ നാസാരന്ധ്രങ്ങൾക്ക്, മൂക്കിന് അല്ലാഹു തആല ദുനിയാവിൽ കൊടുത്ത കഴിവ് മനുഷ്യന്റെ നാസാരന്ധ്രങ്ങൾക്ക് കൊടുത്ത കഴിവിന്റെ 99 ഇരട്ടിയാണ്. നമ്മൾ ഗന്ധം പിടിക്കുന്നതിനേക്കാൾ 99 ഇരട്ടി ഗന്ധം പിടിക്കാൻ നമ്മൾ കല്ലുകൊണ്ട് ആട്ടിയോടിക്കുന്ന പേപ്പട്ടിക്ക് സാധ്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ദുനിയാവിന് അല്ലാഹു തആല വാല്യൂ കൊടുക്കുകയാണെങ്കിൽ മനുഷ്യന്റെ വാല്യൂ അല്ലാഹു തആല ഉയർത്തണമായിരുന്നു. ഇല്ല, നമ്മളെ പരിമിതികൾക്കുള്ളിൽ നിർത്തി നമ്മളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക്. വേറൊന്നും വേണ്ടല്ലോ. ഈ തുറന്ന നമ്മുടെ ശരീരത്തിന്റെ തുറന്ന സ്ഥലങ്ങളിലൊന്ന് മനുഷ്യനൊന്ന് കൈ വെക്കാൻ പോലും വയ്യ. കണ്ണിൽ കൈ വെച്ചാൽ മ്ലേച്ഛം, ചെവിയുടെ ഉള്ളിലേക്ക് കണ്ണി ഒന്ന് കൊണ്ടുപോയാൽ മ്ലേച്ഛം, മൂക്കിലേക്ക് കൈ വെച്ചാൽ മ്ലേച്ഛം, വായിലേക്ക് കൈ വെച്ചാൽ മ്ലേച്ഛം, തൊട്ടതെല്ലാം മ്ലേച്ഛം, അകവും പുറവും മ്ലേച്ഛം. അതുകൊണ്ടാണ് ഷാഫി ഇമാമിനോടൊരു പട്ടാളക്കാരൻ മുഷ്ടി ചുരുട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെതായ അഹന്തയോടുകൂടെ സംസാരിച്ചപ്പോ മഹാനായ ഷാഫി ഇമാം അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, എന്തിനാണ് സഹോദര എന്നോട് അഹങ്കാരം കാണിക്കുന്നത്? അവ്വലുക നത്ഫത്തുൻ മദിറാ വആഖിറുക ജീഫത്തുൻ ഖദിറാ വഅൻത ബൈനഹുമാ തഹ്മിലുൽ ബദിറാ. അത് വല്ലാത്തൊരു പാഠമായിരുന്നു. അവ്വലുക നത്ഫത്തുൻ മദിറാ വആഖിറുക ജീഫത്തുൻ ഖദിറാ വഅൻത ബൈനഹുമാ തഹ്മിലുൽ ബദിറാ. എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞത്? പട്ടാളക്കാരാ, എന്തിനാണ് നീ എന്നോട് മൂട്ട് കാണിക്കുന്നത്, ധാർഷ്ട്യം കാണിക്കുന്നത്? ആ ധാർഷ്ട്യം കാണിക്കാൻ എന്ത് അവകാശമാണ്, എന്ത് ക്വാളിഫിക്കേഷനാണ് സഹോദര നാഥൻ നിനക്ക് തന്നത്? അവ്വലുക, നിന്റെ തുടക്കം, നുത്ഫത്തുൻ മദിറ, ഒരു മ്ലേച്ഛമായ ഇന്ദ്രിയത്തുള്ളിയാണ്. വളരെ മ്ലേച്ഛം, ശുദ്ധമല്ല, കഴുകിക്കളയേണ്ടത് മ്ലേച്ഛം. അതുകൊണ്ട് മാലിന്യമായ ഇന്ദ്രിയത്തുള്ളിയാണ് നിന്റെ തുടക്കം. വാഖിറുക ജീഫത്തുൻ ഖദിറ, നിന്റെ ഒടുക്കമാണെങ്കിലോ ചീഞ്ഞളിയുന്ന ഒരു ജഡമാണ്, ചീഞ്ഞു നാറുന്ന മലീമസമായ ഒരു ശവമാണ്, ദുർഗന്ധം വമിക്കുന്ന ഒരു മൃതദേഹമാണ്. വിദേശത്തു നിന്ന് പിന്നെ ബന്ധുക്കൾ വരണമെന്നെങ്ങാനും പറയുകയാണെങ്കിൽ ഒരു 12 മണിക്കൂർ കൂടി മയ്യത്തിന് ഇവിടെ വെക്കണം എന്നുള്ള ഓർഡർ കിട്ടുകയാണെങ്കിൽ കോഴിക്കോട് പോയിട്ട്, തിരൂര് പോയിട്ട്, പെരിന്തൽമണ്ണയിൽ പോയിട്ട് ഫ്രീസർ സംവിധാനമുള്ള ഇലക്ട്രിസിറ്റി വൈദ്യുതി കണക്ഷൻ കൊടുത്തിട്ട് പ്ലഗിന് കുത്തി സ്വിച്ച് ഓൺ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന വൈദ്യുതീകരണ സംവിധാനങ്ങളുള്ള മയ്യത്ത് കട്ടിൽ വീട്ടിൽ വെക്കേണ്ടി വരികയാണ്. 12 മണിക്കൂർ നേരത്തേക്ക് കൂടി മയ്യത്തായി പോയാൽ നമ്മുടെ ഡെഡ് ബോഡി വീട്ടിൽ വെക്കാൻ സാധ്യമല്ല. ആഖിറുക ജീഫത്തുൻ മദിറ, നിന്റെ ഒടുക്കമെന്ന് പറയുന്നത് ചീഞ്ഞു നാറുന്ന ഒരു മൃതദേഹമാണ് സഹോദര. വഅൻത ബൈനഹുമാ, ആ മനിയ്യ് മുതൽ ജഡം വരെയുള്ള പ്രയാണത്തിന്റെ ഇടയിൽ തഹ്മിലുൽ ബദിറാ, ഈ 2 മ്ലേച്ഛങ്ങൾക്കിടയിൽ നീ ചുമന്നുകൊണ്ടിരിക്കുന്നതും മ്ലേച്ഛം. മ്ലേച്ഛത്തിൽ നിന്ന് തുടക്കം, മ്ലേച്ഛത്തിലേക്ക് അവസാനം. ഈ 2 മ്ലേച്ഛങ്ങൾക്കിടയിൽ നീ വഹിച്ചുകൊണ്ടിരിക്കുന്നതും മ്ലേച്ഛം. എന്നിട്ട് ഈ ഒരു പ്രതിഭാസത്തിന്റെ പേരാണ് മനുഷ്യൻ. എത്ര സുന്ദരമാ വാക്ക്!
ആ വാക്കിൻ്റെ സൗന്ദര്യം എന്ന് ആലോചിച്ചു. എന്നിട്ട് അല്ലാഹു തആല ഈ മ്ലേച്ഛങ്ങൾക്കിടയിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്ത് ഇവൻ്റെ കോർവ അല്ലേ അലം പിന്നെ അങ്ങനെ അല്ലാഹു തആല പറഞ്ഞില്ലേ പിന്നെ മനുഷ്യ ഫീ ഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ഒന്നിന് പിറകെ ഒന്ന് ഒരു സന്ധിയെ ഫിറ്റ് ചെയ്തു, അവിടെ ഒരു വിജാഗിരി സിസ്റ്റം കൊടുത്തു, അതിൻ്റെ മുകളിൽ വേറൊരു സന്ധിയെ ഫിറ്റ് ചെയ്തു, അവിടെ ഒരു വിജാഗിരി സിസ്റ്റം കൊടുത്തു. ഒരു വിരലിന് എത്ര സന്ധി, ഒരു വിരലിന് എത്ര മടക്കുകൾ, കണ്ണിന്റെ ഭാവം, നെറ്റിയുടെ ചുളിവ് പോലും ഒരു ഭാഷയാണ്. ഈ വിരൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരു ഭാഷ, തുറിച്ച നോട്ടത്തിൽ ഒരു ഭാഷ, രൂക്ഷമായ നോട്ടത്തിന് വേറൊരു ആശയം, മന്ദസ്മിതം തൂങ്ങുന്നതിൻ്റെ കൂടെ ലാളിത്യം കലർന്ന ഒരു പശിമയുള്ള ഒരു നോട്ടം നോക്കുമ്പോൾ അതിന് വേറൊരു ഭാഷ. എന്നിട്ട് ഈ മനുഷ്യരൂപത്തിൽ എന്തൊക്കെ ആകാരങ്ങൾ, എന്തൊക്കെ സൗഷ്ഠവങ്ങൾ, എന്തൊക്കെ അനുരാഗങ്ങൾ, എന്തൊക്കെ സൗന്ദര്യങ്ങൾ അല്ലാഹു തആല പടച്ചിരിക്കുകയാണ്.